അടുത്ത് ഇറങ്ങിയ ധവളപത്രത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ബജറ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നു. അപ്പോൾ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടാണ് അംഗീകരിക്കുന്നതാണല്ലോ പറയുന്നത്. നെഹ്റുവിൻ്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷേ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടിൻ്റെ പ്രധാന ഉപാധി ആസൂത്രണമായിരുന്നു. ആ ആസൂത്രണത്തെ ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അഭിമാനം കൊള്ളുന്ന മുഖ്യമന്ത്രി കുഴിച്ചു മൂടുന്നു എന്ന അവസ്ഥയാണ് ഈ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ് കേരളത്തിൽ വൻതോതിലുള്ള പശ്ചാത്തല വികസനം നടന്നു എന്നുള്ളത്. ആർക്കും ആ കാര്യത്തിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല. ആ വികസനം നടക്കുന്നതിനിടയാക്കിയത് കിഫ്ബിയാണ്. അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് കിഫ്ബിയാണ്. പക്ഷേ കിഫ്ബിയുടെ ചിറകരിയുന്ന നിലപാടാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെക്കും എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്ന ആശയത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ.